ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് കാനഡ. ഞാൻ സിനോ ജോൺ. ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ കാനഡയിലുള്ള 1000 ഐലൻഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ 1000 ഐലൻഡ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒണ്ടാരിയോ പ്രൊവിൻസിലെ കിങ്സ്റ്റൺ എന്ന സിറ്റിയോട് ചേർന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഒണ്ടാരിയോ പ്രൊവിൻസിലെ 1000 ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു ക്രൂയിസ് റൈഡിനാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകാനുള്ള ക്രൂയിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ക്രൂയിസറിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ, അതായത് 65 വയസ്സിന് മുകളിലുള്ളവർക്ക് $31, അതുപോലെ അഡൾട്ടിന് 13-നും 64-നും ഇടയ്ക്കുള്ളവർക്ക് $37, അതുപോലെ ചൈൽഡ് 3 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് $23, അതുപോലെ ഇൻഫൻറ്റിന്, അതായത് 2 വയസ്സ് വരെ ഉള്ളവർക്ക് അത് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ പിള്ളേരവിടെ പൂച്ചേനെ കണ്ടപ്പോൾ പിള്ളേരെല്ലാവരും പൂച്ചയുടെ പുറകെ കൂടി. അതിനാണ് നിങ്ങൾ വീഡിയോ കണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്രൂയിസ് ഇവിടെ റെഡിയാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ തുടങ്ങി ഇവർക്ക് നമ്മളുടെ ഈ ക്രൂയിസിൻ്റെ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, വൈകിട്ട് ഏകദേശം 6 മണിയോടുകൂടി ഇത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രിപ്പിനാണ് നമ്മൾ ഇവിടെ എത്തിയത്. 4:45-നാണ് ലാസ്റ്റ് ക്രൂയിസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്രൂയിസിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഒരു 3-4 ഫാമിലികളുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തു. അപ്പോൾ നമ്മൾ നേരെ ക്രൂയിസിലേക്ക് കയറാൻ പോവുകയാണ്. ഈ ലേക്ക് അറിയപ്പെടുന്നത് സെൻറ്റ് ലോറൻസ് റിവർ എന്നാണ്. ഈ ലേക്കിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ നോക്കി കാണാൻ പറ്റും, ചെറിയ ലൈറ്റ് ഗ്രീൻ കളറിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അത് കാനഡ US ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മുടെ കാനഡയെ US തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് ഈ ലേക്കിന് കുറുകെ പോകുന്നുണ്ട്. നമുക്ക് പോണ വഴിക്ക് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ ക്രൂയിസറിലേക്ക് കയറുകയാണ്. ഈ ക്രൂയിസിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 250 പാസഞ്ചേഴ്സാണ്. ഇതിന് 3 നിലകളാണുള്ളത്. അതിൽ ഏറ്റവും അടിയിലത്തെ നിലയിൽ റെസ്റ്റോറൻ്റാണ്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഫ്ലോറാണ്. ഈ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ചെറിയ സ്നാക്സ്, വാട്ടർ, ഡ്രിങ്ക്സ്, ലിക്കർ അതെല്ലാം മേടിക്കാൻ കിട്ടും. പക്ഷേ ഞങ്ങൾ 1-2 സാധനത്തിൻ്റെ വിലയൊക്കെ ചോദിച്ചു നോക്കി. വിലയൊക്കെ നമ്മുടെ ഭയങ്കര കത്തിയാണ്, നമുക്ക് അഫോർഡബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് വില ചോദിച്ച് പോകാനേ പറ്റുള്ളൂ. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കരുതിയാൽ നമുക്ക് ഇതുപോലത്തെ കൂടുതൽ പൈസ ഒന്നും കൊടുത്ത് സാധനങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ ഐലൻഡുകളാണ് കേട്ടോ. ഈ ഓരോരോ ഐലൻഡിലും ചുരുങ്ങിയത് 1-2 വീടുകളുണ്ടാവും. അതുപോലെ തന്നെ ചുറ്റും കുറച്ച് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇത് ഓരോരുത്തരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ അതോ മറ്റ് പബ്ലിക്കാണോ എന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഓരോ ഐലൻഡിലും ഇതുപോലെ 2-3 വീടുകൾ, അറ്റ്ലീസ്റ്റ് ഒരു വീടെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഐലൻഡ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
ഞാൻ നിങ്ങളോട് ഈ വീഡിയോൻ്റെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഈ ലേക്കിന് പ്രത്യേകതയുണ്ട്. അത് കാനഡയെയും US-നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് ഈ ലേക്കിന് കുറുകെ പോകുന്നുണ്ടെന്ന്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ആ ഒരു ബ്രിഡ്ജാണ്. ഈ കാനഡയെയും US-നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ കാനഡ പാസ് ചെയ്തിട്ട് US-ലേക്ക് പോവുകയാണ്, US ക്രോസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ നമ്മൾ ക്രൂയിസറിൽ പോകുന്നതുകൊണ്ട് നമുക്ക് US വിസയോ അല്ലെങ്കിൽ പാസ്പോർട്ടോ മറ്റ് സാധനങ്ങളൊന്നും ആവശ്യമില്ല. അതല്ലെങ്കിൽ നമുക്ക് US ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് US വിസ വേണം. ഓക്കെ, അപ്പോൾ ഇതിന് അങ്ങനത്തെ മാനദണ്ഡങ്ങളൊന്നും ഇല്ല. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ, കാരണം ഇത് 1000 ഐലൻഡ്, അതായത് ഏകദേശം 1 hour യാത്രയുണ്ട് ഈ ഐലൻഡുകൾ എല്ലാം കവർ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം, അതല്ലെങ്കിൽ വീഡിയോ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒത്തിരി നല്ല നല്ല കാഴ്ചകളുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും വളരെ വർണ്ണമനോഹരമായ പ്രകൃതി ഭംഗിയോട് കൂടിയ ഒരു കാഴ്ചകൾ, ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്രൂയിസിൻ്റെ ഏറ്റവും ടോപ്പിലെ നിലയിലേക്ക് കയറുകയാണ്. അതായത് 3 നില ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇതാണ് 3ാമത്തെ നില. അപ്പോൾ ഇവിടെ കയറി കഴിയുമ്പോൾ ഇവിടെ നല്ല വിശാലമായ സ്ഥലമാണ്. നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒത്തിരി കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഈ ടോപ്പ് ഫ്ലോറ്. അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. ഇത് ക്രൂയിസിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ്. അവിടെയും നമുക്ക് ഇരിക്കാൻ പറ്റിയ വിശാലമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വാഷ്റൂം കാര്യങ്ങൾ അതെല്ലാം ഈ സെക്കൻഡ് ഫ്ലോറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയല്ല ഇരിക്കുന്നത്, പല പല സ്ഥലങ്ങളിൽ മാറി മാറിയാണ് ഇരിക്കുന്നത്.
ഈ 1000 ഐലൻഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളാണ് കേട്ടോ. കാരണം അത് മറ്റുള്ള ഈ 1000 ഐലൻഡിലെ മറ്റ് ബിൽഡിങ്ങുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. മറ്റുള്ള ബിൽഡിങ്ങുകളെ അപേക്ഷിച്ച് അതിൻ്റെ ഷേപ്പിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കാണാൻ വളരെ ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണത്. അതുപോലെ തന്നെ ഇത് ഏകദേശം ഒരു 1900 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ 1000 ഐലൻഡിൽ ഏകദേശം 1864 ഐലൻഡുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ എണ്ണി നോക്കിയില്ല, നമുക്ക് എണ്ണി വെക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ ഐലൻഡിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 50 മൈലാണ്. അതായത് 80 കിലോമീറ്റർ വരും. ഇവിടെ മൈലിൻ്റെ കണക്കിലാണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മൈലിൽ പറഞ്ഞത്. അപ്പോൾ അത് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 80 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഐലൻഡാണ് ഈ 1000 ഐലൻഡ് എന്ന് പറയപ്പെടുന്നത്. ഈ ഐലൻഡിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇത് ഐലൻഡൊക്കെ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. ചെറിയ ചെറിയ വാട്ടർ ഫ്രണ്ടേജുള്ള ഐലൻഡുകളൊക്കെ നമുക്ക് ഡെയിലി ബേസിസിൽ റെൻറ്റിനൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ താമസിക്കാം. പക്ഷേ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല. അവരുടെ സൈറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഐലൻഡ് ചുറ്റി കറങ്ങി ഇപ്പോൾ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു സർക്കിൾ രൂപത്തിലാണ് ഈ ഐലൻഡുകൾ. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ കൂടെ പോയിട്ട് മറ്റേ സൈഡിൽ കൂടെ തിരിച്ച് കറങ്ങി വരാം. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ക്രൂയിസ് റൈഡെല്ലാം കഴിഞ്ഞ് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ യാത്രയെല്ലാം വളരെ അടിപൊളിയായിരുന്നു. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സമ്മറിലൊക്കെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കറങ്ങാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ 1000 ഐലൻഡ്. അങ്ങനെ ഞങ്ങളുടെ 1000 ഐലൻഡ് ക്രൂയിസ് യാത്ര ഞങ്ങൾ എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ മനോഹരമായ യാത്രയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 ഫാമിലി കൂടിയാണ് പോയത്. ഈ 4 ഫാമിലികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ 1000 ഐലൻഡ് കാണാത്തൊരു ആരെങ്കിലും അടുത്ത സമ്മറിൽ നേരെ 1000 ഐലൻഡിലേക്ക് കിട്ടും. വളരെ അടിപൊളിയായി നിങ്ങൾക്ക് ഒരു ക്രൂയിസ് യാത്ര ഉൾപ്പെടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും കൊടുത്ത പൈസ നമുക്ക് നഷ്ടമാവില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് സൈനിങ് ഔട്ട്. സിനോയ് ജോൺ, വോയിസ് ഓഫ് കേരള.